റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ആണവോർജ്ജ മേഖലയിൽ റഷ്യയുടെ ആധിപത്യം ചോദ്യം ചെയ്യാതെ തുടരുന്നു എന്ന യാഥാർത്ഥ്യം ലോകത്തെ വീണ്ടും ഞെട്ടിക്കുകയാണ്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയിൽ ആണവ ഇന്ധന ഇറക്കുമതി ഔദ്യോഗികമായി നിരോധിച്ചിട്ട് പോലും അമേരിക്കയുടെ ആണവ ഇന്ധനത്തിന്റെ പ്രധാന വിതരണക്കാർ ഇപ്പോഴും റഷ്യയാണെന്ന് പുതിയ കണക്കുകൾ അടിവരയിടുന്നു. ഈ വൈരുദ്ധ്യം ആഗോള ഊർജ വിപണിയിലെ റഷ്യൻ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. പകരമുള്ള വിതരണ ശൃംഖലകൾ കണ്ടെത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ എത്രത്തോളം പരാജയപ്പെട്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 29 പുറത്തുവിട്ട അമേരിക്കൻ ഊർജ വകുപ്പിന്റെ വാർഷിക യുറേനിയം മാർക്കറ്റിംഗ് റിപ്പോർട്ട് ഈ വസ്തുതകൾക്ക് സ്ഥിരീകരണം നൽകുന്നു. 2024 അമേരിക്കൻ വാണിജ്യ റിയാക്ടറുകൾക്കായി വാങ്ങിയ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 20% നൽകിയത് റഷ്യയാണ്. ഇത് അമേരിക്കയുടെ ആണവ ഊർജ ആവശ്യകതയുടെ ഒരു വലിയ ഭാഗമാണ്. ഈ കണക്കുകൾ റഷ്യൻ ആണവ ഭീമനായ റോസാറ്റം ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കമ്പനിയുമായി തുടരുന്നു എന്ന അവരുടെ അവകാശവാദങ്ങളെ തന്നെ സാധൂകരിക്കുന്നു. റോസാറ്റം ഫസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കിറിൽ കൊമറോവ് നടത്തിയ പ്രഖ്യാപനങ്ങളെ ഈ റിപ്പോർട്ട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. റഷ്യയുടെ ആധിപത്യം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. ഫ്രാൻസ്, നെതർലാൻഡ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെക്കാളും അമേരിക്കയുടെ ആഭ്യന്തര ഉൽപ്പന്നത്തെക്കാളും മുൻപിലാണ് റഷ്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം.